ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. സോ ഇന്ന് നമ്മൾ രണ്ട് ന്യൂ ഡിഷസ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ കുറേ നാളായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ സാധനം എന്താണെന്നുള്ളത് നമ്മൾ അവിടെ എത്തിയിട്ട് പറയാട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ദുബായ് അബ്രയിലുള്ള ഗോൾഡ് സൂക്കിലും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഉപ്പാനും ഉമ്മാനൊക്കെ ആയിട്ട് ഗോൾഡ് സൂക്ക് ഒന്ന് പോയി വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി പോകുന്നുണ്ട്. അതാണ് ഇന്നത്തെ വ്ളോഗിന്റെ ഒരു സാരാംശം വരുന്നത്. എല്ലാവരും വീഡിയോ കാണുക, കണ്ടിഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് തസ്ലിക്കാബ്സ് യൂട്യൂബ് ചാനൽ. അസ ലെറ്റ്സ് ഗോ. അങ്ങനെ ഇതാ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഒരു ഡേ മൊത്തം നമ്മൾ പുറത്തു നിന്നാട്ടോ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേക്കണത്. അപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട് നമ്മൾ ഫസ്റ്റിൽ പോകാൻ നിൽക്കുന്ന തായ് റെസ്റ്റോറൻറ്റിലേക്കുള്ളത്. നമ്മളൊരു തായ് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കോക്ക് ടൗൺ റെസ്റ്റോറൻറ്റ്, ഷാർജയിലുള്ള ബാങ്കോക്ക് ടൗണിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. താങ്ക് യു. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലത്തെ ആളുകളുടെ ഹോസ്പിറ്റാലിറ്റിയും അവരുടെ ആ ഒരു നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു രീതിയും നമ്മളോടുള്ള ബിഹേവിയറും ഒക്കെ അടിപൊളിയാട്ടോ. നല്ല കസ്റ്റമർ സർവീസാണ് ഇവിടെ ഉള്ളത്. UAE തന്നെ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ഇത് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷനൊന്നുമല്ല. നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് നല്ല തായ് ഫുഡ് കിട്ടുന്ന പ്ലേസസ് ഏതൊക്കെയെന്ന് നോക്കിയിട്ട് റേറ്റിംഗ് അനുസരിച്ചാട്ടോ നമ്മൾ ഗൂഗിൾ നോക്കിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു റിവ്യൂ അനുസരിച്ച് നമ്മൾ വന്നിട്ട് ഉള്ള എക്സ്പീരിയൻസ് ആട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്ന ഈ ഒരു 2 ഡിഷസും നമ്മൾ ഓൾറെഡി ചാനലിൽ റെസിപ്പി ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ ആ മെയിൻ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയിട്ട് കഴിക്കണ്ടേ, അവരുടെ ആ കൺട്രിയുടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ തായ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ അവർ നമുക്ക് ഈ ഒരു ഫിഷ് ക്രാക്കേഴ്സ് ആട്ടോ തന്നത്. നല്ല ടേസ്റ്റാണ്. ഞാനിത് നോർമൽ ക്രാക്കറാന്ന് വിചാരിച്ചിട്ട് എടുത്ത് കഴിച്ചാട്ടോ. പിന്നെയാണ് അതിനൊരു പ്രോൺസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞതാണ് ഇത് ഫിഷ് ക്രാക്കറാണെന്നുള്ള കാര്യം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മാംഗോ സ്റ്റിക്കി റൈസ് ആട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇവിടെ വന്ന് ഇതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റിൽ കഴിച്ചപ്പോഴാണ് ഇത്രയും ടേസ്റ്റ് ഇതിനുണ്ടെന്ന് മനസ്സിലാവണം കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ തായ് സ്പെഷ്യലായിട്ടുള്ള ഐസ് ടീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂഡിൽസ്, നോർമൽ ചിക്കൻ ന്യൂഡിൽസ്, പിന്നെ കുറച്ച് ഡംപ്ലിങ്സ് ഒക്കെ കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നല്ല ഐറ്റം നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസാണ്. ഈ ഒരു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ ഈ തായ് റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ വന്നത്. ടേസ്റ്റി, ഗുഡ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നതും ഒരു വിയേർഡ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. റൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ തേങ്ങാപ്പാലിൽ മധുരം ഇട്ടിട്ടുള്ള ഒരു സോസ് ഉണ്ടാവും, പിന്നെ മാംഗോ, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ തായ് മാംഗോസ് ആവുമല്ലോ ഇതിലിവിടെ യൂസ് ചെയ്യുന്നത്. ആ ഒരു മാംഗോസിൻ്റെ ടേസ്റ്റ് ഭയങ്കര മധുരമുള്ളൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. ആൻഡ് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കോക്കനട്ട് ഐസ്ക്രീം കൂടി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി നല്ലൊരു മധുരമുള്ള സ്വീറ്റ് ഡിസേർട്ട് തന്നെ ആട്ടോ. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു വിയേർഡ് കോമ്പിനേഷൻ, ആ ഒരു ഫീല്, അതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ. ഇങ്ങനത്തെ കോമ്പിനേഷൻ നമ്മളുടെ ഫുഡ് കുസൈനിലൊന്നും ഇല്ലാത്തൊരു സംഭവമല്ലേ. അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. എങ്ങനെയുണ്ട്? എത്തിച്ചല്ലോ മൊത്തം. ഞാൻ ഫ്ലൈറ്റ് ഉണ്ടോണ്ടാ? അപ്പോൾ ഞാനിവിടെ മാംഗോ സ്റ്റിക്കി റൈസ് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അവിടെ മറ്റാൾ നോൺ വെജ് ആയിട്ടുള്ള ഡംപ്ലിങ്സ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തിക്കാ കൂടുതലായിട്ടും സ്പൈസി പ്രിഫർ ചെയ്യുന്ന ആളാണ്, ഞാൻ കൂടുതലും സ്വീറ്റ് പ്രിഫർ ചെയ്യുന്ന ആളാട്ടോ. അപ്പോൾ രണ്ട് പേരും എക്സ്ട്രീം ലെവൽസാണ്. എന്തിക്കാക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് അത്ര സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷെ ഞാനിത് ഫുള്ള് ഇവിടെ ഇരുന്ന് തിന്നിട്ടാം. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വയർ ഏകദേശം
ഫില്ലാവും. ഇത് ഡിസേർട്ടായിട്ടില്ല, നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ കഴിക്കാം. പിന്നെ ഞാൻ ന്യൂഡിൽസും പിന്നെ ഡംപ്ലിങ്സും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് ഫുള്ളായിട്ട് കഴിക്കാനുള്ളതൊന്നും നമ്മൾക്ക് കപ്പാസിറ്റി ഇല്ല കേട്ടോ. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ. യമ്മി. പിന്നെ ഈ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്, തായ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഒരു പ്രോബ്ലമാണ് ചോപ്പ് സ്റ്റിക്ക് പിടിക്കാൻ അറിയില്ല എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ എനിക്ക് ചോപ്പ് സ്റ്റിക്ക് എങ്ങനെ പിടിക്കേണ്ടത്, എങ്ങനെ ഡംപ്ലിങ്സ് എടുക്കേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതുപോലൊക്കെ ഒന്ന് പിടിച്ച് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടണ്ടോ? ഫസ്റ്റ് കൊടുത്തതിൽ കിട്ടിയോ? ഓക്കെ. ഇതിങ്ങനൊന്നല്ലടാ, സോസൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡംപ്ലിങ്സ് പ്ലേറ്ററിൽ സെറ്റിൽ 2 വെജും 2 ഫിഷും പിന്നെ 2 ചിക്കൻ, അങ്ങനെ 3 സെറ്റായിട്ടാട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഐസ് ടീ, ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ കുടിക്കുന്നത്. ഫസ്റ്റ് കുടിച്ചപ്പോൾ എന്തോ ഒരു നമ്മുടെ സുലൈമാനിയിൽ കുറച്ച് ഐസും മിൻറ്റും പിന്നെ ലെമണൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച പോലത്തെ ടേസ്റ്റായിരുന്നു. പിന്നെ രണ്ടാമത്തെ സിപ്പ് എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്കിങ്ങനെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. സംഭവം ആ ഒരു ഐസോട് കൂടി കഴിക്കാനാണ് ടേസ്റ്റ്. ആ ഒരു തണുപ്പൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധാ ഒരു സുലൈമാനി ഐസിട്ട് കുടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു തായ് റെസ്റ്റോറൻറ്റിലുള്ള എക്സ്പീരിയൻസ് പറയട്ടെ. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര നൈസ് ആൻഡ് സ്വീറ്റ് ആട്ടോ. എല്ലാവരും ഭയങ്കര നൈസായിരുന്നു. അസുബേബി നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു, പിന്നെ അവനെല്ലാവരുമായിട്ടും നല്ല സെറ്റാവുമല്ലോ. പിന്നെ നമ്മൾ ഉപ്പാനും ഉമ്മാനും ഒക്കെ കൂടിയിട്ട് ദുബായ് ഗോൾഡ് സൂക്ക് ഒന്ന് കാണുമെന്ന് കുറേ ദിവസമായിട്ടാണ് വിചാരിക്കണത്. അങ്ങനെ ദുബായ് അബ്രയിലേക്ക് വന്നേക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ബോട്ട് സർവീസിൽ ബോട്ട് എടുത്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തിട്ട് ഓൾഡ് ദുബായ് പോയിട്ട് അവിടെയാണ് ഗോൾഡ് സൂക്ക് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ഗോൾഡ് സൂക്ക് പോയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്ര വന്നിട്ടുണ്ട്, ജസ്റ്റ് ഈ ഒരു ബോട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്, അപ്പുറം പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഗോൾഡ് സൂക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവരായിട്ട് പോകുന്നുണ്ട്, അപ്പോൾ നമുക്കും കൂടി ഒന്ന് കാണാമെന്നുള്ളതിൽ അങ്ങനെ ഇറങ്ങിയതാട്ടോ. പിന്നെ ഈ ഒരു അബ്രയിലുള്ള ഈ ഒരു ബോട്ട് സർവീസ് ഉണ്ടല്ലോ, അത് അടിപൊളിയാട്ടോ. 1 ദിർഹംസ് ഉള്ളൂ ഇവിടുന്ന് അപ്പുറം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു വഞ്ചിയിലിരുന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുക. ഒരു സൈഡ് ഫുള്ള് ന്യൂ ദുബായ്, ഒരു സൈഡ് ഓൾഡ് ദുബായ് ആയിട്ട് ഇങ്ങനെ കാണാം. നല്ല രസത്തിൽ നമുക്ക് 2 സൈഡും ദുബായിയുടെ 2 സൈഡും കാണാൻ പറ്റുന്ന ഒരു ഇതാട്ടോ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ എല്ലാവരും മസ്റ്റായിട്ട് പോകുന്ന ഒരു സ്ഥലമാട്ടോ ഈ ഒരു അബ്രയും ഇവിടുത്തെ സൂക്കുകളും പിന്നെ ഇവിടുത്തെ ഗോൾഡ് സൂക്കൊക്കെ വിസിറ്റ് ചെയ്യാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഫുൾ ടൈം ഇതിങ്ങനെ ചാലുമായിട്ട് കൊണ്ടിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ ബോട്ട്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാനും. അങ്ങനെ നമ്മളിതാ ഒരു ബോട്ടിൽ എല്ലാവരും കൂടിയിട്ട് കയറിയിട്ടുണ്ട്. അസുബേബിയും എല്ലാവരും കൂടിയിട്ട് പോകട്ടോ. അത് അസുബേബി ഉണ്ടാവുന്നതിൻ്റെ മുന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അവനുണ്ടായതിനു ശേഷം പിന്നെ നമ്മളിങ്ങനെ അബ്രയിൽക്കൊന്നും വരവ് കുറവാട്ടോ. അപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് പിന്നെ വരുന്നത്. ഇതിനു മുന്നേ കഴിഞ്ഞ വെക്കേഷനിൽ ഉപ്പയുമ്മൊക്കെ വന്നപ്പോൾ നമ്മളൊരു ബോട്ട് പ്രൈവറ്റായിട്ട് നമ്മൾ എടുത്തിട്ട് ഒരു 1 hour 2 hourന് ഒരു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അത് ഇങ്ങനത്തെ ബോട്ടല്ല കേട്ടോ, സെപ്പറേറ്റ് നമ്മൾ ബോട്ട്സ് എടുക്കുന്ന അങ്ങനത്തെ ഒരു സെക്ഷനും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ എടുത്തിരുന്നു. അതല്ലാതെ ഈ ഒരു ബോട്ട് സർവീസ് ഇങ്ങനെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇപ്പോൾ ഇവരായിട്ട് ഈ ഒരു ടൈം വന്നപ്പോഴാട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ശരിക്കും ദുബായിയുടെ ഒരു പഴയ കാലത്തെ ചരിത്രം മൊത്തം കെടുക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയട്ടോ. ഓൾഡ് ദുബായ് നമ്മുടെ ഉപ്പാമാരും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പുതിയ പുതിയ ബിൽഡിങ്സ് ഒന്നും ഇല്ലാതിരുന്ന ടൈമിലുണ്ടായിരുന്ന ഒരു ഭാഗമാണ് ഓൾഡ് ബലദിയ ദുബായ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ഇവിടെ ദുബായിയുടെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടും പിക്ചേഴ്സായിട്ട് വരച്ചിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ദുബായ് മുനിസിപ്പാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ആദ്യത്തെ മുനിസിപ്പാലിറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2 പേരായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഇങ്ങനെ പറയായിരുന്നു, ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഈ 2 പേര് വെച്ചിട്ടാണ് ഈ ഒരു മുനിസിപ്പാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ദുബായിയുടെ ഒരുവിധം ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു മുനിസിപ്പാലിറ്റി വഴിയാട്ടോ നടക്കുന്നതും ഒക്കെ. നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ടതൊക്കെ വരുമല്ലോ. അപ്പോൾ അവരുടെ ഈ ഒക്കെ
ഒറിജിനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ തോന്നുട്ടോ ഈ ദുബായിനെ പറ്റിയിട്ടും ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ. കാരണം അത്രയും വലിയ ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ ഒരു ദുബായ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഒരു എമിറേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ആളുകളും അത്രയും വിസിറ്റേഴ്സും ഓരോ ദിവസം കൂടുമ്പോഴും ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ നമ്മൾ ലൈവായിട്ട് കാണുന്നതല്ലോ. ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റും ഗ്രോത്തും എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് ദുബായിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഗ്രോത്താണ് ഈ ഒരു കൺട്രിയും ഇവിടുത്തെ ആൾക്കാർക്കും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇതാ നമ്മൾ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തേക്കാണ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ അവിടെ കാണുന്നത് വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ റിംഗ് ആണെന്ന് പറയാം, ഗോൾഡ് റിംഗ് ആണ്. അപ്പോൾ ഇത് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതും നമ്മൾ കണ്ടിട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ അറബിക് ജ്വല്ലറികളാണ്. ഈ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ജ്വല്ലേഴ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള ഒരുപാട് വെറൈറ്റി ഗോൾഡുകളും ഡയമണ്ട്സും സിൽവറും ഒക്കെ ഉള്ള ജ്വല്ലറികളാണ് ഈ ഒരു സൂക്ക് മുഴുവനായിട്ടുള്ളത്. മെയിനായിട്ട് ഇവിടേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അറബിക് ജ്വല്ലറികളാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മളെ ശരീരം മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ള മാലകളും വളകളും ഒക്കെയാണ് അവരുടെ ആ ഒരു ഇതിലുണ്ട്. അതാണ് നമുക്ക് കണ്ടിങ്ങനെ നിൽക്കാൻ തോന്നുന്ന ഒരു സംഭവം. ബാക്കിയെല്ലാം നോർമൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്. മലബാർ ഗോൾഡ് അങ്ങനത്തെ ഒരുപാട് നമ്മളെ നാട്ടിലെ ജ്വല്ലറികൾ ഇവിടെ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് നോക്കിയേക്കാം ഇതുപോലത്തെ അറബിക് ജ്വല്ലറികളാട്ടോ. അപ്പോൾ ഞങ്ങളും കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് ഡ്രസ്സ് പോലെയൊക്കെയാണ് ഗോൾഡ് കൊണ്ട് ഇവർ ജ്വല്ലറികൾ ഇട്ടുള്ളത്. അപ്പോൾ അറബിക് കല്യാണങ്ങളിൽ അവരുടെ ജ്വല്ലറികൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു മാലയും വളയൊക്കെ ഇത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബോഡി മൊത്തം കവറാവുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ ജ്വല്ലറികളൊക്കെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ കണ്ടിട്ട് ഇത് ഭയങ്കര അതിശയമായിരുന്നു. ഇത് ഇങ്ങനെയൊക്കെ ഇടും ആൾക്കാർ ഗോൾഡ് എന്നുള്ളത്. പിന്നെ ഇതുപോലെ തലയും മുഖവും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലും ഒരു ഷോള് പോലെയൊക്കെയാണ് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടിട്ട്. നല്ല രസമുണ്ട് കാണാൻ. നമ്മളൊരിക്കലും ഇതൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെങ്ങനെയാണ് ഒരു ആൾ ഇട്ട് നിൽക്കുക എന്നുള്ളത് കാണാനും നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. ഇതാട്ടോ ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത്. ഈ ഒരു മോഡൽ ഇട്ടിട്ടുള്ള പോലെ ഈ ഒരു മാല ഫുള്ളായിട്ടാണ് ഇടുക. പിന്നെ കൂടുതലായിട്ടും ഫോറിനേഴ്സ് വിസിറ്റിങ്ങിന് വരുന്നവരൊക്കെ കേട്ടോ ഇവിടുന്ന് ജ്വല്ലറികൾ പർച്ചേസ് ചെയ്യുന്നത് തന്നെ. അവർക്ക് പിന്നെ എത്രയായാലും ടാക്സ് ഇല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാമല്ലോ. വിസിറ്റിങ്ങിന് വരുന്നവർക്ക് ടാക്സ് ഇല്ലാതെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ നാട്ടിലത്തെ ഗോൾഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൂടുതലും 21 ക്യാരറ്റ് ആൻഡ് 18 ക്യാരറ്റ് ഗോൾഡാണ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്. 22 ക്യാരറ്റ് ഗോൾഡ് കുറവാട്ടോ ഇവിടെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്ത് നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം പോലെ വരും. അപ്പോൾ 22 ക്യാരറ്റ് ഉണ്ട്, പക്ഷെ കൂടുതലും ജ്വല്ലറികൾ 21 ക്യാരറ്റ് ആൻഡ് 18 ക്യാരറ്റ്സിലാട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ ഗോൾഡ് സൂക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് സൂക്കുകളുണ്ട്. ഗോൾഡ് സൂക്ക് ഇവിടെയുള്ള സൂക്കുകളിൽ ഒരു സൂക്ക് മാത്രം കേട്ടോ. അതുപോലെ തന്നെ കുറേ സ്പൈസസിൻ്റെയും പിന്നെ കുറേ പെർഫ്യൂംസിൻ്റെ അങ്ങനത്തെ ഒരുപാട് സൂക്കുകൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗോൾഡ് സൂക്ക് നടന്ന് കാണുമ്പോഴത്തേനും ഏകദേശം വൈകുന്നേരം ആവാനായിട്ടാണ്. പിന്നെ നമ്മൾ ബോട്ട് എടുത്തിട്ട് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മൾ ഏകദേശം ടയേർഡായി, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഡിഷാട്ടോ ഇനി പോകുന്നത്, കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് ഫുഡ് കൂടി ട്രൈ ചെയ്തിട്ട് ഇന്നത്തെ ഡേ അങ്ങനെ നമുക്ക് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കണത്. നമ്മൾ ദൈറയിലുള്ള ടാഖാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ സീ ഫുഡ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. കൂടുതലും നമ്മൾ സീ ഫുഡ് ആട്ടോ പ്രിഫർ ചെയ്യാം. ചിക്കനേക്കാളും ബീഫിനേക്കാളും ഒക്കെ കൂടുതൽ സീ ഫുഡ് ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും ഇട്ടാം. അപ്പോൾ ഞാൻ
ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് മാരേജിന് ശേഷമാണ്. മാരേജിന് മുൻപ് അങ്ങനെ സീ ഫുഡ് കഴിക്കും, പക്ഷെ എല്ലാതും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നില്ല. പിന്നെ മാരേജ് കഴിഞ്ഞ് ഇവരുടെ എന്തിക്കാട് വീട്ടിലുള്ളവരെല്ലാവരും സീ ഫുഡ് നല്ല ഇഷ്ടപ്പെടുന്നവരാണ്, നല്ല കഴിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ കൂടിയിട്ട് പിന്നെ കഴിച്ചിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതാട്ടോ. അപ്പോൾ ഈ ടാക്ഹാങ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ വന്നിരിക്കുന്നത് സീ ഫുഡ് ബക്കറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇവിടുത്തെ സീ ഫുഡ് ബക്കറ്റ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളതാണെന്ന് കേട്ടിരുന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഇവരുടേതായിട്ടുള്ള ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റിൽ തന്നെ കഴിച്ച് നോക്കണമെന്നുണ്ട്. ഈ ഒരു സീ ഫുഡ് ബക്കറ്റും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് ഇവരുടെ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാംഗോ സ്റ്റിക്കി റൈസിൻ്റെയും സീ ഫുഡ് ബക്കറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഉണ്ടാക്കുന്നത് ഇതും നമ്മൾ ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ടേബിളിൽ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിൽ ഇവരുടെ റൈസ് ഇടും. ഇതും അത്യാവശ്യം നമ്മൾ നെയ്ച്ചോറ് ഗീ റൈസ് ഒക്കെ പോലെയല്ലേ, അതുപോലത്തെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള റൈസാണ്. അതിന് മുകളിലായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ഫിഷാണ്, ഷെൽ ഫിഷാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ക്രാബ്, പിന്നെ പ്രോൺസ് ഉണ്ട്, പിന്നെ കല്ലുമക്കായി, അങ്ങനത്തെ ഐറ്റംസ്. കൂന്തളുണ്ട്, കൂന്തൾ ഫ്രൈ ചെയ്തിട്ടുള്ള കേട്ടോ, റിങ്സ് ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിൽ തന്നെ കോണ് അങ്ങനത്തെ വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റിൽ തന്നെ പറയാം, കുറച്ച് മധുരമായിട്ടുള്ള ഇതാണ്. ഇവർ സ്പൈസി കുറവുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ ഇതിൽ ഒരു മീഡിയം സ്പൈസി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് കാരണം കുറച്ച് സ്പൈസി ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അത്യാവശ്യം ഒരു 8 ആൾക്കാർക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൽ. പിന്നെ ഇത് നമ്മൾ എല്ലാം ഓപ്പൺ ചെയ്ത് ഷെല്ലൊക്കെ കളഞ്ഞിട്ട് വേണം കഴിക്കാൻ, എല്ലാം ഷെല്ലോട് കൂടിയിട്ടാണ്. ചെമ്മീനൊക്കെ അതേ ഷെല്ലൊന്നും കളയാതെയാണ്, അതിൻ്റെ തോടൊന്നും കളയാതെയാണ് സ്റ്റീം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളതല്ല, അത് സ്റ്റീം ചെയ്തിട്ട് ഒരു സോസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ ടേബിളിലൊക്കെ നോക്കുമ്പോൾ ഇവർ 2 കൈയിലും ഗ്ലൗസ് ഇട്ടിട്ട് ഇതിൻ്റെ ഈ ഷെല്ലൊക്കെ എടുത്ത് കളഞ്ഞ് പതുക്കെ കേട്ടോ അത് കഴിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്ത് കഴിക്കാനൊന്നും പറ്റില്ല. സംഭവം അടിപൊളി തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കാജൂൺ സോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോസാണ്, ഒരു പൗഡർ പോലത്തെ ഒരു സംഭവമാട്ടോ ഇവരിതിൽ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കിയ 2 ഐറ്റംസും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.